ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി, ബസ്സിലേക്ക് കയറി. കുറേ ഒരു 2 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്ത് വേണം ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഞങ്ങൾ പോകേണ്ട ഒരു ഏരിയ, പല ഏരിയ ഉണ്ട് അതിന് കേട്ടോ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത്, ചൈനയുടെ വൻമതിൽ എന്ന് പറയുന്നത്, അതൊരു കണ്ടിന്യൂസ് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല എങ്കിൽ പോലും അത് ഓവർലാപ്പിംഗ് ഉണ്ട് പലയിടത്തും, അങ്ങനെ വരും. ഇത് നിർമ്മിച്ചേക്കുന്നത്, ഈ ചൈനയുടെ വൻമതിൽ നിർമ്മിച്ചേക്കുന്നതിൻ്റെ ചരിത്രം നോക്കിയാൽ അത് പല ഡൈനാസ്റ്റികൾ ചൈനയിൽ അത് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനകത്ത് പണി ചെയ്തത് മിങ് രാജവംശമാണ്. മിങ് രാജവംശം, അതായത് നമ്മുടെ ഒരു 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള ഏതാണ്ട് 2000 ശിഷ്ടം വർഷങ്ങളാണ് അതിനെടുത്തത്. അതെടുത്താണ് അത് നിർമ്മിച്ചേക്കുന്നത്. ആ ബാഡ്ലിങ് ഏരിയ പ്രത്യേകിച്ചും, അതിന് ആ ബാഡ്ലിങ് ഏരിയയിൽ ഇവർ നിർമ്മിച്ചേക്കുന്ന കൺസ്ട്രക്ഷൻ, അത് മുഴുവനായിട്ട് നമുക്ക് ചൈനയുടെ മെയിൻ വൻമതിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് 8851 കിലോമീറ്റർ ഓളം നീളമുണ്ട്. ഇത് മലയുടെ മേളിൽ കൂടെ പോവും, താഴ്വാരങ്ങളിലൂടെ പോവും, അതുപോലെ വെള്ളത്തിനകത്തുണ്ടെങ്കിൽ അതേ കൂടെ പോവും. പക്ഷെ ആ രീതിയിലാണ് ഇതിങ്ങനെ കെട്ടിവെക്കുക. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുകൂടാ. അതൊരു അതിശയം തന്നെ. വളരെ വലിയ കല്ലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന സ്ഥലമാണ്. അതിന് സിമെൻ്റ് ഒന്നും അല്ല യൂസ് ചെയ്തേക്കുന്നത്. ആ ബ്രിക്കിൻ്റെ ഇടയിൽ എന്തോ ഒരു മിശ്രിതം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ് മുഴുവൻ പാറകളാണ്, വലിയ പാറകൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് കയറിപ്പോകാനുള്ള പടവുകൾ അതും പല അളവാണ്. അത് ഇനി പറഞ്ഞുതരാം. അങ്ങനെ ഇതിൻ്റെ ബാഡ്ലിങ് സെക്ഷനിലേക്ക് ചെന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അളവ് ഇപ്പോൾ, അതായത് മെയിൻ വൻമതിലെന്ന് പറയുന്നതിൻ്റെ ലെങ്ത് 3460 കിലോമീറ്ററാണ്. അതാണ് കണക്ക്, 3460 കിലോമീറ്റർ. അത് മറ്റേതൊക്കെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ്, എല്ലാം കൂടെ ചേർത്താണ് ഈ 8851 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉയരമുണ്ടല്ലോ, പല ഉയരമാണിതിന്. അതായത് അതിൻ്റെ ഉയരം നോക്കിയാൽ ഒരു 15 അടി മുതൽ 39 അടി 40 അടി വരെ ഉള്ള ഉയരമാണ് ഇതിനുള്ളത്. അത്രയും ഉയരത്തിൽ കൺസ്ട്രക്ട് ചെയ്തേക്കാണ് ഇത്രയും ദൂരം. ഒന്ന് ചിന്തിച്ച് നോക്കിയുള്ളൂ. ഇത് ലോകാത്ഭുതമായതിൽ അത്ഭുതമൊന്നുമില്ല, നമുക്ക് അത്ഭുതം തന്നെയാണ് ഈ സാധനം. അപ്പോൾ ഇതിന് പല സെക്ഷനുണ്ട്. പലയിടത്തും നമുക്ക് കയറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഏരിയയിൽ. അതിൽ കൂടുതൽ സഞ്ചാരികൾ ചെല്ലുന്ന ഭാഗമെന്ന് പറയുന്നത് ഈ ബാഡ്ലിങ് ഏരിയയാണ്. ബാഡ്ലിങ് ഏരിയ എന്ന് പറയുന്നത് അത് മിങ് രാജവംശം നിർമ്മിച്ച ഒരു ഭാഗമാണ് ഈ ബാഡ്ലിങ് ഏരിയയിലുള്ള വൻമതിൽ. ഞങ്ങൾ നേരെ ബാഡ്ലിങ് ഏരിയയിലേക്കാണ് പോയത്. അവിടെ ചെല്ലണം, അവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റും ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ ഒരു സ്ഥലത്തൂടെ, ഒരു ടണൽ പോലുള്ള സ്ഥലത്തൂടെ കയറ്റി വിടും. ആ ടിക്കറ്റ് നമുക്ക് അവിടെ കാണിച്ച് അവിടെ അത് റെഡി ചെയ്ത് വേണം നമ്മളെ അകത്തോട്ട് കയറ്റി വിടാനായിട്ട്. അതെല്ലാം ഫുള്ളി മെക്കനൈസ്ഡ് ആണ് ആ കാര്യങ്ങളൊക്കെ. നമ്മൾ നടപ്പൊഴിച്ചാൽ ബാക്കിയൊക്കെ. എന്നിട്ട് നമ്മളൊരു ഒരു 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 ഓപ്പണിങ്ങിലൂടെ നമ്മൾ നേരെ ഈ വൻമതിലിൻ്റെ താഴെ ചെല്ലും. അവിടുന്ന് പിന്നെ പടികൾ കയറണം. ഒരു 2-3 രീതിയിലാണ് ഈ പടികളുള്ളത്. ആ പടികൾ കയറുമ്പോൾ, അതായത് അങ്ങോട്ട് കയറാനുള്ളവർക്കും തിരിച്ചിറങ്ങാനുള്ളവർക്കും ഉള്ള മാർഗമുണ്ട്. അതിന് ഇടയ്ക്കൂടെ വലിയ പൈപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാരണം പിടിച്ച് കയറാനും തിരിച്ച് പിടിച്ചിറങ്ങാനും ഒക്കെ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇത് ഇത്രയും പഴയ ഒരു സ്ട്രക്ചറല്ലേ. ഇത് ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിലോ മറ്റോ പണിതാണ് ഈ ബാഡ്ലിങ് ഏരിയ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ പടികളെന്ന് പറയുന്നത്, ചില പടികൾ ഒരു 1.5 അടി ഉയരം, ചിലത് 2 അടിയോളം ഉയരം, ചിലത് 1/2 അടി ഉയരം. ഇതേ ഉള്ളൂ, ഈ രീതിയിലാണ്. അപ്പോൾ അത് ഈ ഒരു തോന്നിവാസം പോലെ ഇടയ്ക്ക് എന്നിട്ട് നിൽക്കാനൊരു സ്ഥലമുണ്ട്. അത് വെളിയിലേക്ക് നോക്കാനുള്ള ഒരു ബാൽക്കണി പോലുള്ളൊരു സ്ഥലം അത് ഉണ്ട്. അവിടെ നിന്ന് ഒരുപാട് ദൂരം നമുക്ക് കാണാം. എന്നിട്ട് ഒരു ടവർ പോലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ കയറുകയാണ്. വീണ്ടും അത് മുകളിൽ ചെല്ലുക. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടവറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങേ അറ്റത്തെ ടവർ വരെ നമുക്ക് നടന്നു പോകാം. അത് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം വരും. ഇത് കയറി കഴിയുമ്പോഴേ കുഴഞ്ഞു പോകും, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ കുഴഞ്ഞു പോയി. കയറി
ഞങ്ങൾ കുറേ ദൂരം നടന്നു. എന്നിട്ട് എല്ലാം ഞങ്ങൾ മൊത്തം നടന്നെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ പോയ സ്ഥലത്ത് തന്നെ തിരികെ വന്നെന്നുള്ളതാണ് സത്യം. ചിലർ കൂടുതൽ നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് ലെഫ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അത് വീണ്ടും വലിയ കയറ്റമാണ്. അത് കയറിപ്പോണം. കയറി നേരെ അത് ഇതിൻ്റെ മുകളിലാണ്. ഈ വൻമതിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. അത് വീണ്ടും കയറ്റം ഇങ്ങനെ കയറിയാണ് പോകുന്നത്. അതിനകത്ത് ഞങ്ങൾ കയറിയത് വലിയ കയറ്റം പിന്നില്ലാത്ത ഒരു ഭാഗമാണ്. നിരന്ന പ്രതലമാണ്. അവിടെ ചെന്നാൽ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ ബാക്കി മതിലിൻ്റെ ഭാഗം നമുക്ക് ഒരുപാട് ദൂരം കാണാം. ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെ പോയേക്കാണ്. അതുകൊണ്ട് ഇത് എന്തിന് കെട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതിൻ്റെ ഉദ്ദേശം. അത് വല്ലതും ശത്രുക്കൾ കടന്നു കയറാതിരിക്കാനോ എങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെ നല്ല കോട്ട കെട്ടുന്നത് അതുപോലെ അങ്ങനെ കെട്ടിയതായിരിക്കാം. എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണെന്നറിയാം. ഇപ്പോൾ ഈ ബാഡ്ലിങ് ഏരിയയിൽ ഞാൻ പറഞ്ഞ മാതിരി അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഇതിനകത്ത്. ഈ മതിലിൻ്റെ അടിയിൽ ഒരുപാട് ഈ മതിലിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്ന ഒരുപാട് കെട്ടിടങ്ങളാണ്. ഇത് എവിടെയൊക്കെ ചെല്ലുന്നു അവിടെ എല്ലാം ഇതാണെന്ന്. അപ്പോൾ എന്തുമാത്രം സ്ട്രക്ചേഴ്സ് ഇതിനകത്തുണ്ടെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഏതാണ്ട് 8000 കിലോമീറ്ററിനകത്ത് എന്തുമാത്രം സ്ട്രക്ചേഴ്സ് വരും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ 3460 കിലോമീറ്റർ മെയിൻ സെക്ഷനകത്ത് ഒരുപാട് കെട്ടിടങ്ങളാണ് ഉള്ളത്. ധാരാളം കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളൊക്കെ ഒരുപാട് കടകളുണ്ട്. ആ രീതിയിലൊക്കെ തന്നെയാണ് വ്യാപാര സ്ഥാപനങ്ങൾ. ഈ രീതിയിലൊക്കെ തന്നെയാണ് അത് കാണുന്നത്. അങ്ങനെ അതൊരു വലിയൊരു കാഴ്ചയായിട്ടോ. അത് ഒരു കാണേണ്ടത് തന്നെയാണ്. ലോകത്ത് അത്ഭുതം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അതിശയിക്കാനില്ല. അത് അത്ഭുതം തന്നെയാണ് ഇങ്ങനൊരു സ്ട്രക്ചർ. നമുക്ക് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്ന ഒരു കാര്യമല്ലത്. പക്ഷേ ഒരു കാലത്ത് ഇതുപോലെ ഇത്രയും പഴക്കമുള്ള ഒരു സ്ട്രക്ചർ അന്ന് ഉണ്ടാക്കിയതാണ് അവരതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അതിന് കേടുപാടൊന്നും വരത്തില്ല. കാരണം എല്ലാം പാറയല്ലേ, മുഴുവൻ പാറയിലാണ്. വലിയ വലിയ ബ്ലോക്കുകളാണ് പാറയുടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി നേരെ വന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. കാരണം മുറ്റമാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ വന്നിരുന്നു. ഞങ്ങൾ അവിടുന്ന് നല്ലൊരു കോഫി ഷോപ്പുണ്ട്. അവിടുന്ന് കാപ്പിയൊക്കെ വാങ്ങി കുടിച്ചു കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ബാക്കിയുള്ളവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് നല്ല ബെഞ്ചുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. മാർബിൾ കൊണ്ടുള്ള ബെഞ്ച്. അതൊക്കെ പിന്നുണ്ടായതാണ്. ആദ്യമൊന്നും ഉള്ള കാര്യമല്ല. അത് അവിടെ അതിനു വേണ്ടി പ്രിസർവ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കാൻ വേണ്ടി ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. ആ ഏരിയയും ഞങ്ങൾ കണ്ടു. ഏതായാലും നല്ല ഒരു യാത്രയായിരുന്നു അത് കേട്ടോ. അത് മറക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു കാണേണ്ട ഒരു കാഴ്ച. അത് കാണാൻ പറ്റി. ചൈനയിൽ ചെന്നപ്പോൾ ഇത് കാണാതെ വരിക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി മെനക്കെട്ടാലും ഇതെല്ലാവരും കാണാൻ പോകണം. ചൈനയിൽ പോകുന്നവർ നിർബന്ധമായിട്ടും കാണേണ്ടതാണ് വൻമതിൽ.